യെസ്, നമ്മളുടെ USSന്റെ ഫൈനൽ റൗണ്ട് പ്രിപ്പറേഷനിലാണ് എല്ലാവരും എന്ന് എനിക്കറിയാം. അപ്പൊ നമ്മളുടെ USS എക്സാമിന് ഏറ്റവും കൂടുതൽ എല്ലാവരെയും കുഴപ്പിക്കുന്ന സബ്ജക്ട് നമ്മളുടെ മാത്സ് തന്നെയാണ് അല്ലെ. കുറച്ചധികം സമയം പോകുന്നതും മാത്സിലാണ്. അപ്പൊ നമുക്ക് ഇന്ന് മാത്സിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിനും ചോദിക്കുന്നത് അല്ലെ. അപ്പോ 20 ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ ഏറ്റവും ആദ്യം എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് നോക്കിക്കോളൂ. യെസ്, ലെറ്റ്സ് ക്രാക്ക് USS. നമ്മളപ്പോ എക്സാം എഴുതാനായിട്ട് വളരെയധികം അടുത്തിരിക്കുന്ന സമയമാണ്. ആൻഡ് റെഡി ആയിട്ട് എല്ലാവരും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ USS ക്രാക്ക് ചെയ്തിട്ട് വേണം, അതായത് ഫുള്ള് പാസ് ആയിട്ട് വേണം ആ എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങാനായിട്ട് അല്ലെ. യെസ്, അത്യാവശ്യം നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി മാർക്ക് മേടിക്കണം എന്നല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടേ വരാനായിട്ട് പാടുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും ഒട്ടും സമയം കളയാതെ നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് ഞാൻ ദേ കടക്കുവാണ് കേട്ടോ. യെസ്, നോക്കിക്കോളൂ. ഏറ്റവും ആദ്യം കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം ഇപ്പോഴത്തെ സിലബസ് പ്രകാരം USSന്റെ പുതിയ സിലബസ് പ്രകാരം സ്റ്റേറ്റ്മെന്റും റീസണും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാ ചോദിക്കുക അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ സൈഡ്സ് ഓഫ് ട്രയാംഗിൾ ഈസ് ഇൻകറക്റ്റ്? ത്രികോണങ്ങളുടെയും വശങ്ങളെയും സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ താഴ്ത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് ശരിയല്ലാത്തത് ഏതാണ്, ഇൻകറക്റ്റ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് അല്ലെ. നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. The sum of any two sides of a triangle is greater than the third side. മൂന്നാമത്തെ വശത്തേക്കാൾ വലുതായിരിക്കണം എന്ത്, ബാക്കിയുള്ള രണ്ട് വശങ്ങളുടെ തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംഗതി നമ്മൾ സൈഡ്സിന്റെ പ്രോപ്പർട്ടി ആയിട്ട് ട്രയാംഗിൾസിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ അത് കറക്റ്റ് അല്ലേടാ? യെസ്, ഇത് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പോൾ നമുക്ക് അടുത്തയിലോട്ട് കിടക്കാം. എ ട്രയാംഗിൾ വിത്ത് സൈഡ്സ് 3 cm, 4 cm and 8 cm can be constructed. 3, 4, 8 സെന്റിമീറ്റർ ആയ ഒരു ത്രികോണം നമുക്ക് വരയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബിയും സിയും വരുന്നത് കേട്ടോ. അപ്പോ 3 വശങ്ങളിൽ ഏതെങ്കിലും 2 വശങ്ങൾ ഇപ്പൊ നമുക്ക് എടുക്കാം. 3, 4, 8 ഇവയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ 3 എണ്ണത്തിൽ ചെറിയ 2 വശങ്ങൾ വേണം എടുക്കാനായിട്ട്. ചെറിയ 2 വശങ്ങൾ എന്ന് പറയുമ്പോൾ 3ഉം 4ഉം. ഈ 2 ചെറിയ വശങ്ങളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. 3 + 4 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 3 + 4 ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 7 എന്നാണ് കിട്ടുന്നത് അല്ലെ. ഈ 7 എന്ന് പറയുന്നത് 8നേക്കാൾ എന്താണ്, ചെറുതായിട്ടാണ് വന്നേക്കുന്നത് അല്ലെ. 7 is less than 8. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഗ്രേറ്റർ ദാൻ ദി തേർഡ് സൈഡ് എന്നാ പറയുന്നത് അല്ലെ. മൂന്നാമത്തെ വശത്തേക്കാൾ വലുതായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ? ഇനി മൂന്നാമത്തോട്ട് കിടക്കാം. 5 cm, 12 cm and 13 cm വരുന്ന ഒരു ട്രയാംഗിൾ is a right angled triangle. അതൊരു മട്ട ത്രികോണമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ 5, 12, 13 നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലെ. കാരണം 5, 12, 13 മട്ട ത്രികോണം ആണെങ്കിൽ 13 സെന്റിമീറ്റർ എന്ന് പറയുന്ന വശം എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ്. നമുക്കറിയാം ഏറ്റവും നീളം കൂടിയ വശം നമ്മുടെ റൈറ്റ് ട്രയാംഗിളിലെ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലെ. കർണമാണെന്ന് നമുക്കറിയാം. അപ്പോ 13 square is equal to 12 square plus 5 square കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്തരം ശരിയാണെന്ന് തെളിയിക്കാം. നമുക്ക് നോക്കാം. യെസ്, 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 12ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 144 ആണ്. ഇനി 25ന്റെ സ്ക്വയർ ആണെങ്കിലോ, 5ന്റെ സ്ക്വയർ ആണെങ്കിലോ 25 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 169 എന്ന് നമുക്ക് കിട്ടും അല്ലെ. ഇത് 13ന്റെ സ്ക്വയർ അല്ലേ. അപ്പൊ നമ്മളുടെ മൂന്നാമത്തെ ഓപ്ഷനും കറക്റ്റ് ആണ്, സി ഓപ്ഷനും കറക്റ്റ് ആണല്ലേടാ. ഇനി ഡി നോക്കിക്കേ. ഓൾ സൈഡ്സ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആർ ഈക്വൽ. ഒരു സമഭുജ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. ശരിയല്ലേ? ആ പറഞ്ഞ കാര്യവും ശരിയാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. കൃത്യമായിട്ട് തന്നെ പഠിച്ചോളണം കേട്ടോ, തെറ്റിക്കരുതേ. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനകത്ത് ഒരെണ്ണമാണ് തെറ്റായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരാള് 2.25 കിലോമീറ്റർ 1 മണിക്കൂറിൽ ട്രാവൽ ചെയ്തു, യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2.1/3 മണിക്കൂർ കൊണ്ട് അദ്ദേഹം സഞ്ചരിക്കുന്ന ദൂരം എത്രയാണെന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത്. എന്ത് ചെയ്താൽ മതി? 2 ഫ്രാക്ഷൻസും തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേടാ. യെസ്, 2 1/4ഉം 2 1/3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ. മിശ്ര ഭിന്നസംഖ്യയായിട്ടാണ് നമുക്ക് ഇത് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റണം അല്ലെ. ആദ്യത്തെ മാറ്റുമ്പോൾ എത്ര കിട്ടും? 9/4 എന്ന് കിട്ടും. രണ്ടാമത്തെ മാറ്റുമ്പോൾ 7/3 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാം? 9നെയും 3നെയും മുകളിൽ നിന്നും താഴെ നിന്നും എന്ത് ചെയ്യണോടാ? കട്ട് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് 3 എന്ന് മുകളിൽ കിട്ടും അല്ലെ. So 3 into 7 divided by 4 that is equal to 21/4 എന്നാ കിട്ടാം. 21/4 എന്ന് പറയുന്ന ഒരു ഉത്തരം ഇതിനകത്ത് ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് തന്നിരിക്കുന്നത് 2 എണ്ണം മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടും 2 എണ്ണം ഡെസിമൽ ആയിട്ടുമാണ്. അപ്പൊ നമുക്ക് 2 രീതിയിലും കണ്ടുപിടിക്കാം. 21/4നെ നമുക്ക് ആദ്യം മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി നോക്കാം.
5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 ടൈംസ് കിട്ടും, 20 എന്ന് കിട്ടുന്നു. 1 റിമൈൻഡർ വരുന്നു. ഇവിടെ നിന്നും മിക്സ്ഡ് ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാലോ. 5 1/4 എന്നാണ് നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ കിട്ടുക അല്ലെ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ടോ? ഉണ്ടല്ലേടാ, അതേനാ ഓപ്ഷൻ 3 അല്ലെങ്കിൽ മൂന്നാമത്തെ ആയിട്ട് നമുക്ക് 5 1/4 കിലോമീറ്റർ തന്നിട്ടുണ്ട്. ഇനി അതിന്റെ ഡെസിമൽ കൂടി നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ. അതായത് ഇവിടെ തന്നെ നിൽക്കട്ടെ, ഇവിടെ 1 വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കാം. അപ്പൊ അതേ 0 കൂടി നമ്മൾ റിമൈൻഡറിനോടൊപ്പം ഇട്ട് കൊടുക്കുന്നു. 4ന്റെ ടേബിളിൽ 10 ഇല്ല, അല്ലെങ്കിൽ 10ൽ 4 എത്ര പ്രാവശ്യം പോകും, 2 പ്രാവശ്യമാണ് പോകുന്നത്. അപ്പൊ 4 × 2 8 ആണ്. റിമൈൻഡർ 2 വന്നു. വീണ്ടും 0 ഇട്ട് കൊടുക്കാം. 4ന്റെ ടേബിളിൽ 20 ഉണ്ടല്ലോടാ, ഉണ്ട്. 5ാമത്തെ തവണയാണല്ലേ 5 ടൈംസ്. 5 × 4 20. റിമൈൻഡർ 0 വന്നു. അപ്പൊ 5.25 ആണ് നമ്മളുടെ ഡെസിമലില് നമ്മൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഏതാടാ, അത് രണ്ടാമതായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ, രണ്ടാമതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് രീതിയിലും ചെയ്തു നോക്കണം. മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടും ഡെസിമൽ ആയിട്ടും ഇതിനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. സോ 3ഉം 2 ആണ് ഉത്തരം വരിക. അപ്പൊ ഏത് ഓപ്ഷൻ ആണ് വരിക, ബോത്ത് 2 and 3 എന്ന് പറയുന്ന ഓപ്ഷൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ സിയിലാണ് ബോത്ത് 2 and 3 പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, യെസ്. നമ്മളിത് മൂന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോവാണ്. 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് ഒന്ന് പരിശോധിക്കാൻ പറയുന്നു. അതിനകത്ത് ഏതാണ് ശരി എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നോക്കിക്കോളൂ, ഇത് ഓൾജിബ്രയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ബീജഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമാണ്. ആഡ് 5 to twice a number can be written as 2x plus 5. ഒരു സംഖ്യയുടെ ഇരട്ടിയോട് 5 കൂട്ടുക എന്നതിനെ 2x plus 5 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്ന പറയുന്നത് അല്ലേ. അപ്പോൾ 2x plus 5 ശരിയല്ലേടാ. ഒരു സംഖ്യയുടെ 2 ഇരട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് 2x എന്ന് എഴുതാം, പ്ലസ് 5 എന്ന് എഴുതി കൂടെ, അത് കറക്റ്റ് ആണല്ലേ. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, the sum of 2 consecutive counting numbers. തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ 2 നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക എപ്പോഴും ഒറ്റ സംഖ്യയായിരിക്കും, ഓഡ് നമ്പർ ആയിരിക്കും എന്നാ പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാല്ലേടാ. ആദ്യം നമുക്ക് കുറച്ച് നാച്ചുറൽ നമ്പേഴ്സ് അങ്ങോട്ട് നിരത്തി പിടിച്ച് എഴുതാം. ഇതിനകത്ത് 2 അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ ഓഡ് കിട്ടുമോ നോക്കി. 1ഉം 2ഉം കൂടി കൂട്ടിയാൽ 3 കിട്ടൂലേടാ. 2ഉം 3ഉം കൂടി കൂട്ടിയാൽ 5 കിട്ടൂലേടാ. 3ഉം 4ഉം കൂടി കൂട്ടിയാൽ 7 കിട്ടുമല്ലോ. കറക്റ്റ് ആണോ പറഞ്ഞ കാര്യം അല്ലേ, ഓഡ് നമ്പർ കിട്ടുന്നുണ്ട്. അപ്പൊ 2 ഓപ്ഷൻസും കറക്റ്റ് ആണ്. ആൻസർ ഓപ്ഷൻ സി, ബോത്ത് എന്നാണ് നമുക്ക് വരേണ്ടത്. രണ്ടും ശരിയാണ്. ക്ലിയർ ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വന്ന് തെറ്റിച്ച് കളയരുതേ. ഇതൊക്കെ പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതേ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇത് നല്ല ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോസിൽ നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ സൈഡ് ഓഫ് എ സ്ക്വയർ ആൻഡ് ഇറ്റ്സ് പെരിമീറ്റർ? ഒരു സമചതുരത്തിന്റെ വശവും ചുറ്റളവും തമ്മിലുള്ള അംശബന്ധം എത്ര? പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം, അയ്യോ ഇതിനകത്ത് മെഷർമെന്റ്സ് ഒന്നും തന്നിട്ടില്ലല്ലോ മിസ്സേ, പിന്നെ നമ്മളിത് എങ്ങനെയാ ചെയ്യാം? അവിടെയാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻസ് നമ്മുടെ മനസ്സിലോട്ട് വരേണ്ടത്. കാരണം പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ, സ്ക്വയറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ. അപ്പൊ ഒരു സമചതുരത്തിന്റെ ചുറ്റളവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 into സൈഡ്, അല്ലെങ്കിൽ 4 into a എന്നൊക്കെ നമുക്ക് പറയാം. 4a എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആണല്ലോ. അപ്പൊ പെരിമീറ്റർ 4a ആണ്. നമ്മൾ സ്ക്വയറിന്റെ ഒരു വശത്തെ എന്ത് പേരിട്ടാ വിളിക്കുന്നേ? a എന്നാണ് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. അതുകൊണ്ടാണ് 4 into a എന്ന് വന്നേക്കുന്നത് അല്ലേ. യെസ്, 4 into a എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? സൈഡ് ഓഫ് എ സ്ക്വയറും പെരിമീറ്ററും തമ്മിലുള്ള അംശം എന്താ ചോദിച്ചേക്കുന്നത്. അപ്പോ സൈഡ് വേണം ആദ്യം കൊടുക്കാനായിട്ട്. സൈഡ് ഈസ് ടു പെരിമീറ്റർ എന്ന് വേണം കൊടുക്കാനായിട്ട് അല്ലേ. വശം വേണം ആദ്യം കൊടുക്കാനായിട്ട്. അതിനുശേഷം വേണം എന്ത് വരാനായിട്ട്? ചുറ്റളവ് വരാനായിട്ട്. ഓക്കെ ആണോ? വശം ഈസ് ടു ചുറ്റളവ്. വശം എത്രയാടാ? വശം നമുക്ക് ഇവിടെ മെഷർമെന്റ്സ് വല്ലതുണ്ടോ? ഇല്ല, നമുക്ക് ആകെ അറിയാവുന്ന ഒരു ആൽഫബറ്റ് എ ആണല്ലേ. എ ഈസ് ടു, ചുറ്റളവിന് എന്താ നമ്മൾ പറയുന്നത്? 4a. അപ്പൊ 4a നമ്മൾ ഇവിടെയും എഴുതി. a is to 4a. അപ്പൊ നോക്കിക്കേടാ, ഇവിടെ ഒരു a ഉണ്ട്, ഇവിടെ 4a ഉണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള അംശബന്ധം എന്താണ്? 1 is to 4 അല്ലേടാ. ഒരു a ഇപ്പുറത്തും 4a അപ്പുറത്തും. സോ 1 is to 4 ആണ് ഇവര് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് എന്ത് ആൻസർ കറക്റ്റ് ആയിട്ട് വരിക. പക്ഷെ സിയിലോട്ടൊന്ന് നോക്കിക്കേടാ, 4 is to 1 തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 1 is to 4 ഒന്ന് തിരിച്ചാലോചിച്ച് കഴിഞ്ഞാൽ 4 is to 1 ആയി പോകും അല്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. വശവും ചുറ്റളവും തമ്മിലുള്ള അംശം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വശത്തിന്റെ കാര്യം വേണം ആദ്യം പറയാൻ. സോ 1 is to 4 is the റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. ഇഫ് 2 angles of a triangle are
45 degree and 45 degree. What type of triangle is it? ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ 45 വീതമായാൽ ആ ത്രികോണം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ രണ്ട് ആംഗിൾസ് തുല്യമാണെങ്കിൽ അത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് ഓപ്ഷൻസ് വായിച്ച് നോക്കാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഓപ്ഷൻസിലോട്ട് കിടക്കുമ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ല. ഇനി രണ്ടാമത് നോക്കി റൈറ്റ് ആംഗിൾ ഐസോസെലസ് ട്രയാങ്കിൾ, അവിടെയാണ് നമുക്ക് സംശയമുള്ളത്. ഇനി സിയും ഡിയും കൂടെ നോക്കിയാൽ സി സ്കെയിലൈൻ ട്രയാങ്കിൾ, വിഷമഭുജ ത്രികോണം അതല്ല. ഇനി ഡി ഇവയൊന്നുമല്ല, അതവിടെ നിൽക്കട്ടെ. ഇനി ബിയിൽ നോക്കിക്കേ റൈറ്റ് ആംഗിൾ ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ആണെന്ന് നമുക്കറിയാം, പക്ഷെ റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഒരു ട്രയാങ്കിൾ നമുക്കൊന്ന് വരച്ചു നോക്കാം അല്ലെ. റൈറ്റ് ട്രയാങ്കിൾ തന്നെ നമ്മൾ അങ്ങോട്ട് വരച്ചു നോക്കുന്നു. രണ്ട് ആംഗിൾസ് 45 ഡിഗ്രി എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആംഗിൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? മൊത്തം 180 നിന്നും 45 കൂട്ടി കുറച്ചെടുത്താൽ മതി അല്ലെ. 180 നിന്നും 45 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടൂടാ? 90 ഡിഗ്രി ആണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി ദാറ്റ് ഈസ് ഓൾസോ 90 ഡിഗ്രി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റൈറ്റ് ആംഗിൾഡ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയാം. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ അല്ലേ? അതും നല്ല എളുപ്പമുള്ളതായിരുന്നു അല്ലേ. ശരി, ഇനി ആറാമത്തേലോട്ട് വരുമ്പോൾ നമ്മളുടെ പൊസിഷൻ വെച്ചിട്ടുള്ള ഒരു കണക്കാണ്. ഓക്കെ, ഇത് നമുക്ക് മെന്റൽ എബിലിറ്റിയിൽ കൂട്ടാൻ പറ്റുന്ന ഒരു കണക്കാണ്, അല്ലാതെ നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല അല്ലെ. നോക്കാം, പ്രിയാസ് പൊസിഷൻ ഇൻ എ ക്യൂ ഈസ് 11 ഫ്രം ദി ഫ്രണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയ എവിടെയോ പോയിട്ട് ക്യൂ നിൽക്കുക, ഭയങ്കര ക്യൂ ആണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് പ്രിയയുടെ മുന്നിൽ നിന്നും, അതായത് നമ്മുടെ ക്യൂവിന്റെ ഫ്രണ്ടിൽ നിന്നും പ്രിയയുടെ സ്ഥാനം എന്ന് പറയുന്നത് 11ാമതാണ്. എന്താണ്? ഇതാണ് ക്യൂ എന്ന് വിചാരിക്കാം. മുന്നിൽ നിന്നും 11th പൊസിഷനിലാണ് നമ്മുടെ പ്രിയ നിൽക്കുന്നത്. ആൻഡ് ബാക്കിൽ നിന്നും, പിന്നിൽ നിന്നും 17ാമത്തെ പൊസിഷനിലാണ് നമ്മളുടെ ആര് നിൽക്കുന്നത്? പ്രിയ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഷോർട്ട് കട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം 11ഉം 17ഉം തമ്മിൽ കൂട്ടാം. 11ഉം 17ഉം തമ്മിൽ കൂട്ടി എത്രയാടാ? 28 എന്നല്ലേ കിട്ടാ. അപ്പൊ 28 ആണ് ഇതിന്റെ സമ്മ് കിട്ടുന്നത്. ആ 28ൽ നിന്നും പ്രിയ എന്ന് പറയുന്ന ആളുടെ ആ ഒരു പൊസിഷൻ അങ്ങോട്ട് കുറച്ചാൽ മതി കേട്ടാ. 28 മൈനസ് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 27 എന്നാണ് കിട്ടുക. എന്താണ്? 27 എന്നാണ് കിട്ടുക. അപ്പൊ ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 1 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് 27th ഓപ്ഷൻ എ ആണ് ഇവിടെ കിട്ടേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ശരി, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഫിഗർ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. What is the total area of the figure? If all the measurements of a figure are in centimeters, what is the total area of the figure? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ രണ്ട് ഫിഗേഴ്സ് അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലേ. താഴത്ത് ഒരു സ്ക്വയർ ഉണ്ട്, മുകളില് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, മുകളിൽ ഒരു ത്രികോണവും താഴെ ഒരു സമചതുരവും തന്നിരിക്കുകയാണ്. ഈ ഫിഗറിന്റെ മൊത്തത്തിലുള്ള എന്താ ചോദിച്ചിരിക്കുന്നത്? പരപ്പളവാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ താഴത്തെ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുക. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ് നമുക്കറിയാം? സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ എ സ്ക്വയർ. ഇവിടുത്തെ എ എത്രയാടാ? 40 ആണ് ഇവിടുത്തെ എ വരുന്നത്. സോ 40 × 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 1600 എന്ന് നമുക്ക് സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ അതിനുള്ളിൽ എഴുതുവാണേ 1600 എന്ന് എഴുതും. ഇനി ട്രയാങ്കിളിന്റെ കണ്ടുപിടിക്കണ്ടേ? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ഹാഫ് ബി എച്ച് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാഫ് ഇൻറ്റു, ഇനി ഇതിന്റെ ബേസ് എത്രയാടാ? 40 ആണ് ബേസ്, ഹൈറ്റ് 30 ആണ്. സോ ഹാഫ് ഇൻറ്റു 40 × 30 ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്യാം? 40ഉം 20ഉം തമ്മിൽ 40ഉം 2ഉം തമ്മിൽ കട്ട് ചെയ്യാം. അപ്പൊ 20 കിട്ടും. 20 × 30 ദാറ്റ് ഈസ് 6. 2 × 3 ചെയ്യുമ്പോൾ കിട്ടും. 2 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 600 ആണ് നമുക്ക് കിട്ടും. അപ്പോ 1600 മുകളിലും 1600 താഴത്തും, മുകളിൽ 600ഉം താഴത്ത് 1600 ആയിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിലുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടിയാൽ മതി അല്ലേ. എത്രയാണ്? 1600 പ്ലസ് 600 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2200 ആണ് ഉത്തരം കിട്ടുക. സോ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ കൃത്യം ഉത്തരമായിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരമായിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. 2200. ഓക്കെ ആണോ? ക്ലിയർ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലൂടെ കടക്കുവാണേ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത് കാര്യമായിട്ട് ആലോചിച്ച് ചെയ്യാനുള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇത് പൈ ഡയഗ്രാം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലെ. ഏത് ചാപ്റ്റർ ആണ്? നമ്മുടെ 14ാമത്തെ ചാപ്റ്ററിലാണ് നമ്മളിത് പഠിച്ചിട്ടുള്ളത്. ദ ഫിഗർ ഷോസ് എ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഓഫ് 3 വാർഡ്സ് ഇൻ എ പഞ്ചായത്ത്. ഒരു പഞ്ചായത്തിലെ 3 വാർഡുകളിലെ ജനസംഖ്യയാണ് നമ്മൾ ആ ഒരു പൈ ഡയഗ്രത്തിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഇഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ ഷെയ്ഡഡ് പാർട്ട് ഈസ് 1350. നമുക്കിവിടെ ഒരു ഷെയ്ഡഡ് പോർഷൻ തന്നിട്ടുണ്ടല്ലോടാ. ആ ഷെയ്ഡഡ് പോർഷനിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം 1350 ആണ്. അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഷെയ്ഡഡ് പോർഷനിലെ ജനസംഖ്യ 1350 പേരാണെങ്കിൽ തൊട്ട്
മുകളിലെ വാർഡ് എ അല്ലെങ്കിൽ 120 ഡിഗ്രി എന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷനിലെ ജനസംഖ്യ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്ന് നമ്മൾ തിരിച്ച് ബാക്കിലോട്ട് പോകണം അല്ലേടാ, അതാണ് ഇവിടുത്തെ പരിപാടി. അപ്പൊ നോക്കിക്കേ, ഈ 1350 തന്നിരിക്കുന്ന ഈ ഒരു പോർഷന് പ്രത്യേകത ഉണ്ടല്ലോ. ഇത് എത്രയാണ്? ഇവിടുത്തെ ആംഗിൾ മെഷർമെന്റ് എത്രയാണ്? 90 ഡിഗ്രി ആണ്. എത്രയാണ്? 90 ഡിഗ്രി ആണ് ഇവിടുത്തെ ആംഗിൾ മെഷർമെന്റ് എന്ന് പറയുന്നത്. 90 ഡിഗ്രിയിലാണ് 1350 വന്നിരിക്കുന്നത്. ഓക്കെ, സോ 90 ഡിഗ്രി ഇസ് ഈക്വൽ ടു 1350. അപ്പൊ നമുക്ക് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ 360ൽ 90 ഭാഗം അല്ലെ, 90/360. ഔട്ട് ഓഫ് 360 അല്ലേ വരിക? ഒരു സർക്കിളിന്റെ മൊത്തം ആംഗിൾ മെഷർമെന്റ് 360 ആണ്. സോ 90/360 ഇസ് ഈക്വൽ ടു 1350 എന്ന് വരും. 0 കട്ട് ചെയ്യാം. 9/36 ചെറുതാക്കുമ്പോൾ 1/4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1350. അതായത് കാൽ ഭാഗം ആൾക്കാരുടെ എണ്ണമാണ് 1350. 1/4 എന്ന് പറയുമ്പോൾ കാൽ ഭാഗം. അങ്ങനെയാണെങ്കിൽ മൊത്തം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? Therefore ടോട്ടൽ പോപ്പുലേഷൻ, ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കൂടാ? ടോട്ടൽ പോപ്പുലേഷൻ ഇസ് ഈക്വൽ ടു ഈ 1/4 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ റെസിപ്രോക്കൽ ആകുന്നു. ദാറ്റ് ഈസ് 1/4 അപ്പുറം ചെല്ലുമ്പോൾ നേരെ തിരിഞ്ഞ് 4/1 ആകും അല്ലെ. സോ 1350 into 4. 4/1 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണല്ലോ. യെസ്, അപ്പോൾ 1350 into 4 അതുവരെ നിൽക്കട്ടെ. നമുക്ക് ഇതിനകത്ത് എന്താ അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ട. കാരണം നമുക്ക് ഇനി വേണ്ടത് എന്താ? വേണ്ടത് ആൾക്കാരുടെ എണ്ണം. People live in ward A ആണ് വേണ്ടത് അല്ലെ. സോ number of people live in ward A. വാർഡ് എയിലെ ജനസംഖ്യ എത്രയാണ് എന്നാണ് നമുക്ക് വേണ്ടത് അല്ലെ. നമുക്ക് നോക്കാം അത് എത്ര ഡിഗ്രിയാണ്. ഇറ്റ്സ് 120 ഡിഗ്രി. സോ 1350 into 4 into 120/360 അല്ലെ. 360ൽ 120 ഭാഗമാണ് നമുക്ക് വേണ്ടത്. 0 കട്ട് ചെയ്ത് കളയാം. 12/36 നമുക്ക് വേണമെങ്കിൽ 6 വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 12ന്റെ ടേബിൾ അറിയാമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് 1/3 എന്ന് എഴുതാനായിട്ട് സാധിക്കും. 1350 into 4 into 1/3. നമുക്കിനി എന്ത് ചെയ്യണം? 1350നെയും 3നെയും തമ്മിൽ എന്ത് ചെയ്യാടാ? ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 450 എന്നാണ്. അപ്പൊ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 450നെ 4 വെച്ചിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടിയെ 450ന്റെ ഇരട്ടി 900 ആണ്, 900 ആണ്. അതറിയാമെങ്കിൽ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി എടുത്താൽ മതി. ദാറ്റ് ഈസ് 900ന്റെ ഇരട്ടി 1800 ആണ്. അതൊക്കെ മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഇല്ലാത്ത പക്ഷം നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ 1800 ആണ് നമ്മുടെ ഉത്തരം വരുന്നത് കേട്ടോ. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരം, 1800. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം ഇത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ വളരെ സ്മാർട്ട് ആയിട്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി. നമ്മളുടെ 9ാമത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റും റീസണും വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. 3 raised to x plus 1 that is equal to 729. എക്സിന്റെ വാല്യൂ എത്ര കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്? 5 കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. x plus 1 is equal to 729. 3 raised to 5 കൊടുക്കുന്നു. 5 plus 1 that is equal to 3 raised to 6. 729. അതായത് 3ന്റെ 6ാമത്തെ പവർ അല്ലെങ്കിൽ 3നെ 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം 729 കിട്ടും എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണ്. 3നെ 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 729 കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്താണ്? നമുക്ക് ഇങ്ങനെ x is equal to 5 എന്ന് എഴുതാൻ പറ്റും. അതിന്റെ കാരണം എന്താണ്? 6th power of 3, 3ന്റെ 6ാം കൃതിയാണ് 729, 729 എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് റീസണും കറക്റ്റ് അല്ലേടാ? സ്റ്റേറ്റ്മെന്റും അതിന്റെ കാരണവും കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ ആണ് വേണ്ടത്? സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് നോട്ട്. വേണ്ട, നോട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്കത് വേണ്ട. ഇനി എന്താ? ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ റോങ് എന്നാ പറയുന്നത്. അപ്പൊ അതും ശരിയായില്ല. സി നോക്കിക്കോളൂ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഈസ് കറക്റ്റ് and the reason is the correct explanation. ശരിയായ വിശദീകരണമാണ് ഇവിടെ കാരണത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഏത് ഓപ്ഷനാണ് വരണ്ടേ? ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ ആണല്ലോ? അതും നല്ല ഉഷാറ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമ്മളുടെ 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ടാണ് കിടക്കുന്നത്. Which statement about exponents is correct? താഴത്ത് 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. കൃത്യംഗങ്ങളെ പറ്റി തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ അത് കറക്റ്റ് ആണെന്ന് നിങ്ങൾ പറയണം കേട്ടോ. കാരണം 2 raised to 3 into 2 raised to 2 അത് ഏത് ഫോർമുല കിടക്കുന്നത്? a raised to m into a raised to n that is equal to a raised to m plus n എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ ഫോർമുലയിൽ ഇത് കിടക്കുന്നത് 2ന്റെ ആദ്യത്തെ പവർ 3 ആണ്, പിന്നെ 2ന്റെ രണ്ടാമത്തെ പവർ 2 ആണ്. ബേസ് സെയിം ആണ്, പവർ ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് പവേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്ത് എഴുതാം. സോ 3 plus 2 that is 5 എന്ന് നമുക്ക് പുറത്തോട്ട് എഴുതാൻ സാധിച്ചു. അത് കറക്റ്റ് അല്ലേടാ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ 2 raised to 0 is equal to 0.
ഏതൊരു സംഖ്യയുടെയും പവറിൽ 0 വരുവാണെങ്കിൽ ആൻസർ വരേണ്ടത് 1 ആണ് കേട്ടോ മക്കളെ. എന്താണ്? a raised to 0 that is equal to 1. അറിയില്ലാത്തവരെ ഒരു ബോക്സിലാക്കി ഇപ്പൊ തന്നെ എഴുതി വെച്ച് പഠിക്കാം. ഏതൊരു സംഖ്യയുടെയും പവറിൽ 0 വരുവാണെങ്കിൽ that is equal to ആൻസർ 1 ആണ് വരേണ്ടത്. അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. അപ്പോൾ only 1 is correct. ഫസ്റ്റത്തെ ഓപ്ഷൻ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, യെസ്. ഇനി നമ്മളുടെ 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾസ്, ത്രികോണ പരപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുമാണ്. ശ്രദ്ധിക്കാം, PQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഇവിടെ സൈഡിൽ തന്നിട്ടുണ്ട്. PQന്റെ നീളം എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ് PQന്റെ നീളം എന്ന് പറയുന്നു. നമുക്കത് എഴുതാം അല്ലേ? PQ 8 സെന്റിമീറ്റർ. ഇത് നമ്മളോട് പറയുന്നു the area of PQR is 10 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഏരിയ അല്ലേ കണ്ടുപിടിക്കണ്ടേ? അല്ലെ, ഏരിയ അല്ലടാ കണ്ടുപിടിക്കണ്ടേ? നോക്കിക്കേ, ഏരിയ ഓൾറെഡി തന്നിട്ടുണ്ട്. ഏരിയ is equal to 10 സെന്റിമീറ്റർ സ്ക്വയർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് MR? കൊള്ളാം, ഇത് നല്ല കണക്കാണല്ലേ. ശ്രദ്ധിച്ചേടാ, MRന്റെ നീളമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. ദാറ്റ് മീൻസ് ട്രയാങ്കിളിന്റെ എന്താണ് MR? ബേസിലേക്ക് അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിൽ നിന്നും വരയ്ക്കുന്ന വര ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ്, ഉയരമാകുന്നു. സോ MR ആണ് ഇവിടുത്തെ ഹൈറ്റ്, PQ ആണ് ഇവിടുത്തെ എന്ത്? ബേസ് എന്ന് പറയുന്നത്. ബേസ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്, ഹൈറ്റ് കണ്ടുപിടിക്കണം. കൊള്ളാലേ, അടിപൊളി ക്വസ്റ്റ്യൻ. നോക്കിക്കേടാം, അപ്പൊ ഇവിടുത്തെ ബേസ് എന്ന് പറയുന്നത് that is equal to 8 സെന്റിമീറ്റർ. ഹൈറ്റ് ആണ് നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിക്കേണ്ടത്? h ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു ഏരിയ is equal to half BH ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. മുകളിലേക്ക് എഴുതാവേ. ഏരിയ is equal to half into b into h. അപ്പൊ ഏരിയയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 10 കൊടുക്കാം. 10 is equal to half into ബേസ് 8 ആണ്, ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി 8ഉം 2ഉം നമ്മൾ കട്ട് ചെയ്യാലോ. അപ്പൊ എന്ത് കിട്ടും? 4 കിട്ടുന്നു. ദാറ്റ് ഈസ് 10 ആണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളത്, ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 4 ഉണ്ട്, h ഉണ്ട്. ദാറ്റ് ഈസ് 4 into h. ഇനി h കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 4നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. കുറെ ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. 4നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് 4/10 എന്ന് എഴുതും. അങ്ങനെ ചെയ്ത് നല്ല അടിപൊളും. എന്താണ്? അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഇൻറ്റു ആയിരുന്ന 4 ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ ആകും. അത് 10ന്റെ തൊട്ട് താഴെയാണ് വരേണ്ടത്. ശ്രദ്ധിക്കണം കേട്ടോ. 10 ഓൾറെഡി ഇവിടെ ഇരിക്കുന്നില്ലേടോ, അതിന് തൊട്ട് താഴേക്കാണ് ഇനി വരാൻ പോകുന്ന ആള് വന്നിരിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു h. 10/4 അല്ലെങ്കിൽ 5/2 എന്ന് ചെറുതാക്കിയിട്ട് എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 5/2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കില്ല. സോ 5/2 ഡിവൈഡ് ചെയ്ത് എച്ചിന്റെ ആൻസർ 2.5, 2.5 സെന്റിമീറ്റർ ആണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് അല്ലെ. 2.5 സെന്റിമീറ്റർ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അഡിപ്പൻ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് നോക്കി വെച്ചോളൂ. യെസ്. ഇനി നമ്മളുടെ 12ാമത്തെ ക്വസ്റ്റ്യൻ പെർസെന്റേജിൽ നിന്നുമുള്ള ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യനും സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ, ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി പാടുണ്ടാ ചെയ്യാനായിട്ട്. പക്ഷെ അതും നമ്മൾ ചെയ്യണം അല്ലേടാ. യെസ്. when 75 is added to 75% of a number, ഒരു സംഖ്യയുടെ 75% 75 കൂട്ടുന്നു. അമ്പടാ, ഒരു സംഖ്യയുടെ 75%. അപ്പൊ ഒരു സംഖ്യ എന്ന് പറയുന്നതിന് നമ്മൾ x എന്ന് എടുത്തു. ആ സംഖ്യയുടെ 75% കണ്ടുപിടിക്കാൻ ആ സംഖ്യയെ 75/100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമ്മളുടെ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്ന സംഗതി. അതിനോടുകൂടെ 75 കൂട്ടാനാണ് പറയുന്നത്. ഒരു സംഖ്യയുടെ 75% കണ്ടുപിടിച്ചു, അതിനോടുകൂടെ 75 കൂട്ടണം പ്ലസ് 75. ഇത്രയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് ആൻസർ? ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് കിട്ടുന്നത് അതേ സംഖ്യ തന്നെ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. ഇതേ സംഖ്യ തന്നെ നമുക്ക് അപ്പുറത്തും കിട്ടുന്നു അല്ലെ. സോ എക്സ് ഇൻറ്റു 75/100. ഇനി 75/100ന്റെ സിംപ്ലസ്റ്റ് ഫ്രാക്ഷൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചോളൂ. ഇറ്റ്സ് 3/4. എത്രയാണോ? 3/4 ആണ്. അത് അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് അത് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എക്സ് ഇൻറ്റു 3/4 പ്ലസ് 75 is equal to x. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 3x/4 എന്ന് എഴുതാം അല്ലെ. നമുക്ക് x ഇൻറ്റു 3/4നെ നമുക്ക് 3x/4 പ്ലസ് 75 is equal to x എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 3x/4നെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാണേ. നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. 3, അപ്പൊ അപ്പുറത്ത് ഓൾറെഡി ഒരു എക്സ് ഉണ്ടല്ലോ. x മൈനസ് 3x/4 is equal to 75. അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ എന്തായാലും ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയെന്നുള്ളൂ കേട്ടോ. ഇനി എന്താ, നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ x ഇൻറ്റു 4 4x ആണ്, പിന്നെ മൈനസ് 3x ഡിവൈഡ് ബൈ 4. അപ്പൊ 4x മൈനസ് 3x ഡിവൈഡ് ബൈ 4 is equal to 75. 4x നിന്നും 3x കുറച്ചാൽ x ആണ് കിട്ടുക. x/4 is equal to 75. അങ്ങനെയാണെങ്കിൽ x കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഫൈനൽ ആൻസർ x കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? x is equal to 75 into 4. 75നെ 4 വെച്ച് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായാലും എത്ര കിട്ടൂടാ? നമുക്ക് 300 എന്നാണ് ഉത്തരം കിട്ടുന്നത് അല്ലെ. 300. ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ ആണോ? യെസ്.
ഇനി നമ്മളുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, നമുക്ക് വേഗം വായിച്ച് വേഗം ഉത്തരത്തിലോട്ട് എത്താം. എക്സാമിന്റെ സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകളുടെ ഗുണനത്തെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ നമുക്കൊന്ന് പരിശോധിക്കണം. 2/3 into 3/4. ഇതിനകത്ത് 3യും 3യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 2/4 ഉണ്ട്. 2/4ന്റെ സിംപ്ലിഫൈഡ് ഫ്രാക്ഷൻ ആണ് എന്ത് 1/2 എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആണ്. ഇനി അടുത്ത് നോക്കാം. when multiplying fractions, ഭിന്നസംഖ്യകളെ തമ്മിൽ നമ്മൾ ഇങ്ങനെ ഗുണിച്ചെടുക്കുമ്പോൾ multiply the numerators together and multiply the denominators together. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നേ. വെട്ടിക്കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻസിനെ തമ്മിൽ നമ്മൾ ഗുണിക്കുമ്പോൾ ന്യൂമറേറ്റേഴ്സിനെ തമ്മിലും ഗുണിക്കണം, അതേപോലെ തന്നെ ഡിനോമിനേറ്റേഴ്സിനെ തമ്മിലും നമ്മൾ ഗുണിച്ചെടുക്കും. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണല്ലോടാ. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് എന്താണ് കറക്റ്റ് ആണ്. അപ്പൊ ഏതാ വരേണ്ടത്? both 1 and 2 are correct എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ, യെസ്. സോ ഒരു നമ്പർ സീരീസ് ആണ് നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. 6, 9, 18, 21, 42, 45. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇനി അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ പറ്റാന്ന് നോക്കാം. 6ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ആദ്യം ഒന്ന് എടുക്കാം. 6ഉം 9ഉം തമ്മിൽ എത്രയുടെ വ്യത്യാസമുണ്ട്? 3ന്റെ വ്യത്യാസം ഉണ്ട് അല്ലേ? ഡിഫറൻസ് ഇവിടെ 3 ആണ് വരുന്നത്, അല്ലെങ്കിൽ +3 എന്ന് കൊടുക്കാം അല്ലെ? മനസ്സിലാവാൻ വേണ്ടി നമുക്ക് +3 എന്ന് കൊടുക്കാം. പക്ഷെ 9ഉം 18ഉം തമ്മിൽ ആ ഒരു ബന്ധം കാണാൻ പറ്റുന്നില്ല. 9ഉം 18ഉം തമ്മിൽ 3ന്റെ വ്യത്യാസമല്ല, 9ന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്കത് പറ്റുന്നില്ല അല്ലെ? അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നോക്കാം. 18ഉം 21ഉം. 18ഉം 21ഉം തമ്മിൽ കറക്റ്റ് വരുന്നുണ്ട്. 3ന്റെ വ്യത്യാസം അല്ലേ? അത് ഓക്കെ ആണല്ലോടാ. 18ഉം 21ഉം തമ്മിൽ 3ന്റെ വ്യത്യാസം അത് ഓക്കെയാണ്. ഇനി 21ഉം 42ഉം തമ്മിൽ പറ്റുമോ? അത് പറ്റത്തില്ല. 42ഉം 45 നോക്കിക്കേ, അവിടെ 3 ഓക്കെ ആണ് അല്ലെ? 42നോട് കൂടെ 3 കൂട്ടിയാലും 45 കിട്ടാം. അവിടെ +3 ഓക്കെ ആവുന്നുണ്ട്, ഡീലാണ്. ഇനി അടുത്തത് നമുക്ക് 9ഉം 18ഉം തമ്മിൽ നോക്കുമ്പോൾ 9ഉം 18ഉം തമ്മിൽ എന്തോ ബന്ധം ഇല്ലേ? എന്താ അത്? 9ന്റെ ഇരട്ടിയാണ് 18, അല്ലെങ്കിൽ ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് 18 കിട്ടും. ഇനി അതേപോലെ തന്നെ അടുത്ത് 21ന്റെ ഇരട്ടിയാണ് 42, 2ന്റെ ഇരട്ടിയാണ് 4, 1ന്റെ ഇരട്ടിയാണ് 2. സോ 21 × 2 ചെയ്താൽ നമുക്ക് 42 എന്ന് കിട്ടും അല്ലെ? ഇനി 45ന്റെ ഇരട്ടിയല്ലേ? അപ്പൊ നമുക്ക് ഇനി അപ്പുറത്ത് കണ്ടുപിടിക്കണ്ടേ? 45 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലാങ്ക് ഫില്ല് ചെയ്ത് ഉത്തരത്തിലോട്ട് എത്താം. 45 × 2 എത്രയാണ് വരേണ്ടത്? യെസ്, 90 ആണ് നമുക്ക് ഉത്തരം വരേണ്ടത്. സോ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങോട്ടേക്ക് കിട്ടേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ അതേപോലെ തന്നെ നമ്പർ സീരീസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ സൂക്ഷിച്ച് വായിച്ചു നോക്കി മാത്രം അതിന് ഉത്തരം എഴുതാം. ഓക്കെ, യെസ്. ഇനി 15ാമത്തെ നമ്മളുടെ റേഷ്യോയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഇൻ ഹിസ് ക്ലാസ് ഈസ് 3:2. എത്രയാണ് അംശബന്ധം അറിയുന്നത്? 3:2 അംശബന്ധത്തിലാണ് ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ളത്. നമുക്കിവിടെ ടോട്ടൽ 40 കുട്ടികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഉണ്ടെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കാം? B:G അല്ലേടാ. അതായത് ബിന്റെ ആണ് 3 വരുന്നത്, ജിന്റെ ആണ്, ഗേളിന്റെ ആണ് 2 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 40 ആണെങ്കിൽ ബോയ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാലോ. എന്താണ്? മൊത്തം 3 + 2 5 ആണ് കിട്ടുക. ആ 5ൽ 3 ഭാഗവും എന്താണ്? ബോയ്സ് ആണ്. സോ നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു 40 × ടോട്ടൽ 40 × അതിൽ 3/5 ചെയ്താൽ മതി. 40/5 ചെയ്യുമ്പോൾ 8 കിട്ടും. 8 × 3 24 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. ഓപ്ഷൻ എ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേടാ. ഇത് നമ്മൾ ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സോ 8 × 3 24 ആണ് നമുക്ക് ഇവിടെ ഉത്തരം കിട്ടുന്നത്. ഇനി നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഓൾഡ് ജിബ്രയിൽ നിന്നും ചോദിച്ചിട്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. ഇഫ് ദ ജനറൽ ഫോം ഓഫ് ദ സീക്വൻസ് 1, 12, 23, 34, 45, etc. is written as 11n + 1, which of the following can be the values of n? അതായത് 1, 12, 23, 34 എന്ന് പറഞ്ഞ കുറച്ചധികം സംഖ്യകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ ഓരോ സംഖ്യകളും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാടാ? 11ന്റെ ഡിഫറൻസ് അല്ലേ ഉള്ളത്? 12നോട് കൂടെ 11 കൂട്ടിയാൽ നമുക്ക് 23 കിട്ടും. 23നോടെ 11 കൂട്ടിയാൽ 34 കിട്ടും. 34നോട് കൂട്ടിയാൽ 45 കിട്ടും. അങ്ങനെയാണ് ഡിഫറൻസ് 11 ആയിട്ടുള്ള സംഖ്യകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവരുടെ പൊതുരൂപം എന്ന് പറയുന്നത് 11n + 1 എന്ന് എഴുതുകയാണെങ്കിൽ n-ന്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് n-ന്റെ വാല്യൂ 1, 2, 3, 4 ഇതൊന്ന് കൊടുത്തു നോക്കാം. ഓപ്ഷൻ ബി ഒന്ന് കൊടുത്തു നോക്കാവേ. ഇതിനകത്ത് ഓപ്ഷൻസ് ഇട്ട് ചെയ്താൽ മതി. 1, 2, 3, 4. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ 11n + 1 ആണ്. n-ന്റെ വാല്യൂ 1 കൊടുക്കാന്ന് വിചാരിക്കും. അപ്പൊ 11 × 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 + 1 12 അല്ലേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. ഫസ്റ്റത്തെ എലമെന്റ് ആയിട്ടുള്ള 1-നെ നമുക്ക് കാണാൻ പറ്റിയില്ല അല്ലേടാ. 12 എന്ന് പറയുന്നത് രണ്ടാമത്തെ എലമെന്റാണ്. രണ്ടാമത്തെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? 1-നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോടാ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ n 1, 2, 3, 4 വരുന്ന പരിപാടി നമുക്ക് ഇവിടെ നടപ്പിലാകില്ല എന്ന് നമുക്ക് പിടികിട്ടി.
ഇനി സി നോക്കിക്കേ, ഇവിടെയും 1 3 5 7 2 ഇല്ല 4 ഇല്ല 6 ഇല്ല, ഈവൻ നമ്പേഴ്സ് ആരും ഇല്ല, അപ്പൊ അവര് പറ്റത്തില്ല. അടുത്തേൽ നോക്കിയേ, ഓഡ് നമ്പേഴ്സ് ഇല്ല, നമുക്കത് പറ്റത്തില്ല, നമുക്ക് എല്ലാവരും വേണം അല്ലേ. സോ ബിയും അല്ല, സിയും അല്ല, ഡിയും അല്ല, എ ആണ് നമ്മുടെ ഉത്തരം. എയിൽ ആദ്യം സീറോയിൽ നിന്നുമാണ് തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് സീറോ ഇട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് നോക്കിക്കേ, എന്നിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, സീറോ കൊടുക്കാം. എന്നിന്റെ സ്ഥാനത്ത് സീറോ കൊടുക്കും. അപ്പൊ 11 × 0 + 1. ഏതൊരു സംഖ്യയും സീറോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം എന്താടാ, സീറോ തന്നെയായിരിക്കും വരുന്നത് അല്ലേ. സോ 0 + 1 ഉത്തരം നമുക്ക് 1 എന്നല്ലേ കിട്ടാം. അതല്ലേ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു സീരീസിൽ. അതുകൊണ്ട് തന്നെ ഉത്തരം 0 1 2 3 4 5 etc ആണ് വരേണ്ടത്. ഓക്കെ ആണോ? 16ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമാണല്ലോടാ, ചെയ്യാൻ പറ്റും. അപ്പൊ അത് സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്തയിലോട്ട് പോകുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളുടെ ഡെസിമൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്, ഏതാണ് തെറ്റ് എന്നൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം നോക്കാം. 0.05 ഈസ് ഗ്രേറ്റർ ദാൻ 0.5. നോക്കിക്കേടാ, 0.05 എന്ന് പറയുന്നതിനെ നമുക്ക് എന്താക്കി എഴുതാം, ഫ്രാക്ഷൻ ഫോമിലോട്ട് മാറ്റാവേ. ഈ തന്നിരിക്കുന്ന ദശാംശ രൂപത്തിനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിലോട്ട് മാറ്റാം. 5 / 100. 2 സ്ഥാനം നീക്കിയല്ലേടാ പോയിന്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ താഴത്തെ ഡിനോമിനേറ്ററിൽ 100 വരണം. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇനി അടുത്ത് 0.5 മാറ്റാം. 0.5 എന്ന് പറയുമ്പോൾ 5/10 ആണ് അല്ലേ. 5/10. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 100ൽ 5 ഭാഗമാണോ 10ൽ 5 ഭാഗമാണോ വലുതെന്ന് പറയുന്നത്? 10/5/10 ആണോ നമുക്ക് വലുതായിട്ട് വരിക, അല്ലെങ്കിൽ 5/100 ആണോ വലുതായിട്ട് വരിക? 10ൽ 5 ഭാഗമാണ് എപ്പോഴും വലുതായിട്ടിരിക്കുക അല്ലെ. 10ൽ 5 ഭാഗമാണ് കൂടുതലുള്ളത്. സോ 0.5 ആണ് എപ്പോഴും കറക്റ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരെ തിരിച്ചാ, 0.05 ആണ് വലുതെന്നാ പറയുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇനി രണ്ടാമത്തേൽ നോക്കാം. 0.1 and 0.10 are equal. 0.1 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, 1/10 എന്ന് എഴുതിക്കൂടെ. ഇനി 0.10 that is equal to 10/100 എന്ന് എഴുതാം. 10/100 എന്ന് എഴുതിയാലും 0 വെട്ടി ഇവൻ വീണ്ടും എന്താവൂടാ, 1/10 ആയി മാറും. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? 0.1ഉം 0.10ഉം തുല്യമാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സോ ഓപ്ഷൻ ഏതാ വരേണ്ടത്? 2 മാത്രം കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാ വേണ്ടി അല്ലേ. ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി. നോക്കിക്കേടാ, only 2 is correct. രണ്ടാമത്തെ മാത്രമേ ശരിയായിട്ടുള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ഉത്തരം. ഉഷാർ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേടാ. യെസ്. ഇനി നമ്മളുടെ 18ാമത്തേല് നമ്മൾ നേരത്തെ നമ്പർ സീരീസ് പറഞ്ഞു. ഇവിടെ ഒരു പാറ്റേൺ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കേ, 28 എന്ന് പറയുന്ന സംഖ്യയെ നമുക്ക് 5 വെച്ചിട്ട് കോഡ് ചെയ്യുന്നു. 28 എന്ന് പറഞ്ഞാൽ 5നോട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. പിന്നെ 88നെ നമ്മൾ 8നോട് ഇക്വേറ്റ് ചെയ്യുന്നു. 59നെ നമ്മൾ 7നോട് ഇക്വേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 75 എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ 28 5 ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ 28 is equal to 5 ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ കണക്ഷൻ എന്ന് നമുക്ക് നോക്കാം. 28 എന്ന് പറയുമ്പോൾ അതിന്റെ സമ്മ്, നമ്പേഴ്സിന്റെ സമ്മ് എടുക്കുമ്പോൾ 2 + 8 10 ആണ് കിട്ടുക. 10ഉം 5ഉം തമ്മിൽ എന്താണ് മക്കളെ ബന്ധം? 10ന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ, 5 കിട്ടും. ഇതേ ബന്ധം ബാക്കിയുള്ളതിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ആദ്യത്തേലും നമുക്ക് ഈ ഒരു ട്രിക്ക് കിട്ടി. ഇനി അടുത്തതിലും ഇത് ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കാം. അടുത്തത് 88 is equal to 8 ആണ്. അപ്പോൾ ആദ്യം 88ലെ 8ഉം 8ഉം തമ്മിൽ നമുക്കൊന്ന് കൂട്ടി നോക്കാം. 8ഉം 8ഉം എത്രയാടാ, 16 ആണ് കിട്ടുന്നത്. 16ന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 16 / 2 ചെയ്താൽ നമുക്ക് 8 കിട്ടുന്നുണ്ട്. കൺഫേം ആയി നമുക്ക് 2 കേസിലും അത് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ വീണ്ടും മൂന്നാമത്തിൽ ചെക്ക് ചെയ്ത് സമയം കളയരുത്. നമുക്ക് വീണ്ടും 75നെ കണ്ടുപിടിക്കാം. സോ 75 ആണ് അടുത്തത്. 75ൽ എന്ത് ചെയ്യണം? 75 is equal to എന്ത് വരുന്ന ചോദിച്ചേക്കണേ. അപ്പോൾ 7ഉം 5ഉം കൂടെ നമുക്ക് കൂട്ടി നോക്കാം. 7ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 12 എന്താ കിട്ടുക അല്ലേ. 12ന്റെ പകുതി എടുക്കാൻ നമുക്ക് 12 / 2 that is equal to 6. 6 ആണ് നമുക്ക് ഉത്തരം കിട്ടുക അല്ലേ. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ഓപ്ഷനിൽ 6 ഉണ്ടോ നോക്കി. അതെ, ഡി ഓപ്ഷനിൽ 6 ആണ് കിടക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡി ഓപ്ഷനിൽ 6 വന്നു. നമ്മുടെ ഉത്തരം കറക്റ്റ് ആയി. ഓക്കെ ആണല്ലോടാ. അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെയും രണ്ടാമത്തെയും ഒന്ന് നോക്കണം. ആദ്യത്തെ രണ്ടാമത്തെ ഓക്കെ ആണെങ്കിൽ പിന്നെ മൂന്നാമത്തോട്ട് പോകണ്ട. ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അങ്ങോട്ട് ചെയ്താൽ മതി. ഓക്കെ, യെസ്. നമ്മുടെ 19ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളുടെ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് അല്ലേ. പാരലൽ ലൈൻസിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തില്ല. ദേ പിടിച്ചോ, പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഉഷാറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിനകത്ത് AD എന്ന് പറയുന്ന സൈഡും BC എന്ന് പറയുന്ന സൈഡും നമുക്ക് ആദ്യം ഒന്ന് എടുക്കാം. ഇതാണ് BC, ഇതാണ് AD. ഈ 2 വശങ്ങളും എന്താണ്? പാരലൽ ആണെന്നാ പറയുന്നത് അല്ലേ. സോ ദിസ് ഈസ് പാരലൽ ടു ദിസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലാൻ വേണ്ടി എഴുതിയേ ഉള്ളൂ. ഇനി അതിനുശേഷം വാട്ട് ഈസ് ദ ആംഗിൾ ABC? നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്ന ABCയിൽ ആംഗിൾ ABC എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ABC. അപ്പൊ ഈ ഒരു ആംഗിൾ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഏത് ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ തന്നിരിക്കുന്ന ഈ ഒരു ആംഗിൾ ആണ് നമുക്ക്
കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ തന്നിട്ടുള്ള ആംഗിൾസ് ഒന്ന് നോക്കിക്കേ. ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എയിൽ തന്നിട്ടുണ്ട് 50 ഡിഗ്രി. ഇനി മറ്റൊരു ആംഗിൾ DAC തന്നിട്ടുണ്ട് 70 ഡിഗ്രി. ഇവിടുത്തെ 70 ഡിഗ്രി വെച്ചിട്ട് നമുക്ക് ഈ ട്രയാങ്കിളിനുള്ളിൽ ഏതെങ്കിലും ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കിയാലോ? യെസ്, പറ്റും. ഏത് ആംഗിൾ ആടാ? ദി ആംഗിൾ ACB. അവർ തമ്മിൽ എന്താണ് ബന്ധം? ദീസ് ആർ ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഇതര കോണുകളാണ് അല്ലേ? ആന്തര ഇതര കോണുകളാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് ഇന്റീരിയർ ആണ് അല്ലേ? ഉള്ളിൽ വന്നിട്ടുള്ള ഇതര കോണുകളാണ് ആൾട്ടർനേറ്റ് ആംഗിൾസ്. നമുക്കപ്പോൾ എഴുതിയാലോ? യെസ്, ആംഗിൾ DAC is equal to ആംഗിൾ BCA. എന്താണ് കാരണം? ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ഇതര കോണുകൾ, ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? മുകളിലത്തെ 70 ആണെങ്കിൽ താഴത്തെയും 70 ഡിഗ്രി കിട്ടുന്നു. അത് ഞാൻ ഉള്ളിലൊന്ന് എഴുതാം. 70 ഡിഗ്രി ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ആംഗിളാണ്. നീല കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ABC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു ട്രയാങ്കിളിലെ 2 ആംഗിൾസ് നമുക്ക് അറിയാമെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് വല്ല വിഷമമുണ്ടോ? ഒരു സങ്കടപ്പെടാൻ വേണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി? ആംഗിൾ ABC is equal to 180 ഡിഗ്രി. മൊത്തം സമം 180 ഡിഗ്രിയാണ്. അതിൽ നിന്നും ബാക്കി 2 ആംഗിൾസ് കൂട്ടിയിട്ട് അങ്ങോട്ട് കുറച്ചെടുത്ത് എഴുതിയാൽ മതി അല്ലേ? 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി. 50 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി. അപ്പൊ 180 ഡിഗ്രി തന്നിട്ടുണ്ട്. 50ഉം 70ഉം കൂടി കൂട്ടുമ്പോൾ 120 ഡിഗ്രി ആണ്. സോ ആൻസർ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ? 60 ഡിഗ്രിയാണ് നമ്മുടെ ഉത്തരം. അപ്പൊ കാര്യങ്ങൾ കുറച്ച് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഡിഗ്രി ആണ് ഇത്. അപ്പൊ 60 ഡിഗ്രിയാണ് നമുക്ക് ഉത്തരം വരേണ്ടത്. ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരം. ഏതാണ്? ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരമായിട്ട് ഇങ്ങോട്ട് കിട്ടേണ്ടത്. ഓക്കെ, സോ നമ്മുടെ അവസാന ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ആൽഫബറ്റിക് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ മെന്റൽ എബിലിറ്റിയിൽ പൊതുവെ പഠിക്കാറുണ്ട്. നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പാണ് ഈ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഇതിനകത്ത് നോക്കിക്കേ, മാർക്ക് എന്ന് പറയുന്ന ഒരു വാക്കിനെ PDUN വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ? MARK PDUN. അപ്പൊ നമ്മുടെ ഈ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് വരുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആൽഫബറ്റിക് ഓർഡർ എന്ന് എഴുതി വെച്ചോളൂ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചുമ്മാ എണ്ണി നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ M എന്ന് പറയുന്നത് P ആയല്ലേ? അപ്പൊ എമ്മിൽ നിന്നും Pയിലേക്കുള്ള ദൂരം എത്രത്തോളാണ്? നമുക്കൊന്ന് ആൽഫബറ്റിക് ഓർഡർ പറഞ്ഞു നോക്കുമ്പോൾ MNO അല്ലെ? N പോയും കഴിഞ്ഞാൽ Pയിലോട്ട് എത്തുള്ളൂ. അതായത് NOP, മൂന്നാമത്തെ ലെറ്റർ ആണ് ഈ P എന്ന് പറയുന്നത്. അതായത് +3 അങ്ങോട്ട് കൂട്ടണം. ഇനി എയിൽ നിന്നും ഡിയിലോട്ട് നമുക്ക് ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ നോക്കാം അല്ലെ? BCD, ഇത് ഓക്കെ ആണോ? +3 ഓക്കെ ആണ്. ഇനി R കഴിഞ്ഞാൽ STU, അവിടെയും ഓക്കെ ആണ്. K കഴിഞ്ഞാൽ LMN, അവിടെയും ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലായി ഓരോ ആൽഫബറ്റ്സിനോട് കൂടി 3 ആൽഫബറ്റ്സ് അങ്ങോട്ട് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത് കിടക്കുന്ന ആൽഫബറ്റ് ആണ് ഇതിന്റെ ഉത്തരം. അങ്ങനെയാണെങ്കിൽ SCOR നമുക്ക് എഴുതാലോ. SCOR. S കഴിഞ്ഞ് കഴിഞ്ഞാൽ PQRSTUV ആണ് വരേണ്ടത് അല്ലെ? V. നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ചേ. 3 ഓപ്ഷൻസിലും ആദ്യം V വന്നിട്ടുണ്ട്. ഇനി V വരാത്ത ഒരാൾ D ആണ് അല്ലെ? D ഓപ്ഷനിൽ മാത്രം വന്നിട്ടില്ല. അപ്പൊ Dനെ നമ്മൾ അപ്പൊ തന്നെ കട്ട് ചെയ്തു. നമുക്ക് ഇങ്ങനെ എലിമിനേഷൻ വർക്ക്ഔട്ട് ആവും ഇവിടെ. V കിട്ടി. ഇനി C കഴിഞ്ഞാലോ? C കഴിഞ്ഞാൽ DEF ആണ് അല്ലെ? V കഴിഞ്ഞാൽ പിന്നെ F. V ഓപ്ഷൻ അല്ല, F രണ്ടാമത് വരുന്ന 2 ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അല്ലെ? ബിയിലും ഉണ്ട് സിയിലും ഉണ്ട്. അപ്പോൾ A നമുക്ക് കട്ട് ചെയ്യാലോടാ. A നമുക്ക് കട്ട് ചെയ്യാം. ഇനി ബിയും സിയും അതും കൂടി എലിമിനേറ്റ് ആവുള്ളൂ. പക്ഷെ അത് അടുത്തതിൽ എലിമിനേറ്റ് ആവില്ല. കാരണം നോക്കിക്കേ, ഇവിടെയും അടുത്തതിൽ 6, ഇവിടെയും അടുത്തതിൽ 6 അല്ലേ? അപ്പൊ നമുക്ക് മൊത്തത്തിൽ അങ്ങോട്ട് കണ്ടുപിടിക്കാം. ഇനി O കഴിഞ്ഞാൽ OLMN, ആണ് ഇവിടെ കിട്ടുന്നത് അല്ലേ? OPQR. യെസ്, O കഴിഞ്ഞാൽ PQR ഓക്കെ ആണ്. R കഴിഞ്ഞാൽ STU ആണ് വരേണ്ടത്, T അല്ല. സോ നമ്മുടെ C ഓപ്ഷനും കട്ടായി. ആൻസർ VFRU എന്ന് പറയുന്ന ഓപ്ഷൻ B ആണ് നമ്മളുടെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ 20 ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞത് അറിഞ്ഞില്ല. ആക്ച്വലി പെട്ടെന്ന് അങ്ങോട്ട് പോയില്ലേ? അപ്പൊ ഏറ്റവും ഉഷാറായിട്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമുക്ക് കിട്ടാത്തിരുന്ന ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് നാളെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉഷാറായിട്ട് തന്നെ എക്സാം എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും എക്സാം എഴുതാം. പേടിക്കൊന്നും വേണ്ട. ഉഷാറായിട്ട് തന്നെ ഇച്ചിരി വെള്ളമൊക്കെ കൊണ്ടുപോയി വെള്ളമൊക്കെ അടുത്ത് വെച്ചിട്ട് കുടിച്ച് നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് എക്സാം എഴുതി വരാം. സ്മാർട്ട് ആയിട്ട് തന്നെ എക്സാം എഴുതും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ.